ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ടിന് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അല്ലെങ്കിൽ മറ്റു ക്രിയേറ്റർമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാര്യം എന്താണെന്ന് അധികം വളച്ചു കിട്ടില്ലാതെ പറയാം. ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഫേസ്ബുക്ക് നേരത്തെ പോലെ പേജിന് മാത്രമല്ല നമ്മുടെ പ്രൊഫൈൽസിനൊക്കെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന നമുക്ക് മോണിറ്റൈസേഷൻ പൈസ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് റീച്ച് ഉണ്ടാക്കുന്നത് അതിന്റെ കാര്യങ്ങളെ പറ്റിയല്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ നമ്മുടെ പേജിനല്ല നമ്മുടെ പ്രൊഫൈലിലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓരോ വീഡിയോസ്, റീൽസ്, ഷോർട്സ്, ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ ആ പേജ് അല്ലെ പ്രൊഫൈല് നമ്മൾ റീച്ച് ആക്കിക്കൊണ്ടിരും. ആ റീച്ച് ആക്കി കൊണ്ടിരുന്ന അക്കൗണ്ടിൽ അത്യാവശ്യം റീച്ചസും ഫോളോവേഴ്സും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു കാര്യമാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചത്. എനിക്ക് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അപ്ഡേഷൻസ്, കാര്യങ്ങൾ, വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ രാവിലെ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ വയലേഷൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഈ ഒരു സാധനം കാണുമ്പോൾ ഉറപ്പായിട്ടും പേടിച്ചു പോകും. എന്താ ചെയ്യേണ്ടേ, എന്താ ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതേപ്പറ്റി ആരോടെ ചോദിക്കുക, ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേക്കും എല്ലാവരും പോലെ ഞാനും പേടിച്ചു, എന്നാ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഏകദേശം അതിനകത്ത് ഇട്ടിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നത് കോപ്പിറൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്ഷൽ അതുങ്ങൾക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ വയലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ വയലേഷൻസ് ആണ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇത് സ്ക്രിപ്റ്റ് ഒന്നുമല്ല, സ്ക്രിപ്റ്റ് എഴുതാനായിട്ടുള്ള കാരണം അത് മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഇതിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ടങ്ങ് പറഞ്ഞു തരുവാണ്. അപ്പം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടല്ല തരുന്നത്. നമ്മുടെ പേജ് സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ വയലേഷൻസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എവിടെയാണ് ഈ വയലേഷൻ ഉള്ളത് ആ ഒരു സ്ഥലത്തായിരിക്കും ഇത് കാണിക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് 24 മണിക്കൂറിനുള്ളിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ തരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോകും. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അറിയാവുന്ന ആൾക്കാരോടൊന്നും ചോദിക്കുക, അല്ലെങ്കിൽ ഒന്നും ചോദിച്ചില്ലെങ്കിൽ ഇപ്പം നമുക്ക് ChatGPT എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയോട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കും. ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു വയലേഷൻ ഒരിക്കലും ഫേസ്ബുക്ക് കൊടുക്കത്തില്ല. ഫേസ്ബുക്കിന്റെ അതിന്റെ ഓരോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് തന്നെ അറിയാം. അതിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ പേജ് സ്റ്റാറ്റസിലും കാര്യങ്ങളല്ല, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ അറിയാം പേജ് റെക്കമെൻഡേഷനെ കാര്യങ്ങളെ അതിന്റെ ഏണിങ്സ് എല്ലാം താഴോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല, നോ വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം വന്നത്? ഇതൊരു ഏകദേശം ഒരു 3-4 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു സാധനം ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് താഴെ നമുക്ക് പേജിന്റെ അടിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും റിവ്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ റിവ്യൂ എഴുതിയിടുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ രൂപത്തിലാണ് നമ്മുടെ ഇതിപ്പോൾ ഒരു ലൈക്ക് കൊടുക്കുകയോ അങ്ങനെയല്ല, ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്കിന്റെ സിമ്പിളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ റിവ്യൂ എഴുതുമ്പോൾ റിവ്യൂ ചെയ്യുന്ന ആളുടെ പ്രൊഫൈൽ പിക്ചറാണ് എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്രൊഫൈലിന്റെ ഐക്കൺ നമ്മുടെ വാർണിംഗ് സിമ്പിൾ ആക്കിയിട്ട് ആ ഒരു വാർണിംഗ് സിമ്പിൾ ആ ഒരു 3 ഫോളോവേഴ്സേ ഉള്ളൂ ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ റിവ്യൂ എഴുതി വിട്ടേക്കുന്നത്. ഇത് റിവ്യൂ ആയിട്ട് എഴുതി വിട്ടേക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആദ്യമേ ഇത് ചാടി കയറി ഞെക്കി നോക്കുമ്പോഴേക്കും നമുക്കതൊരു ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് താഴോട്ട് അതുപോലെയാണ് എഴുതുന്നത്. ഒരിക്കലും താങ്ക്സ് ഫോർ മെറ്റ യൂസിങ് എന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു മെസ്സേജോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും അയക്കത്തില്ല.
നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒന്നെങ്കിൽ ChatGPT-യിലിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്തു എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഒന്ന് അതിൽ തന്നെ ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അല്ല മലയാളത്തിൽ ഒന്ന് എഴുതി ChatGPT-യോട് ചോദിക്കുക. അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് മാക്സിമം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മളങ്ങനെ പെട്ടെന്ന് പേടിച്ച് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന താഴത്തെ നമുക്ക് ഇതിനൊരു അപ്പീൽ കൊടുക്കാം. ആ ഒരു അപ്പീൽ കൊടുക്കാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉറപ്പായിട്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് എന്താ സംഭവം ഇങ്ങനെ വരും. അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറെ പേരുടെ അക്കൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്. അത് പക്ഷെ തിരിച്ചെടുക്കാനായിട്ടൊക്കെ ഇപ്പൊ തന്നെ അക്കൗണ്ട് പോവാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ഇൻസ്റ്റഗ്രാം വരെ ജസ്റ്റ് ഒരു യൂസർ ID മാത്രം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ അക്കൗണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ജസ്റ്റ് ഒരു ലിങ്കിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ലോഗിനോ മാക്സിമം ഇത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ എല്ലാവരും ഒന്ന് ഓണാക്കി ഇടുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആരെ അന്ന് ആക്സസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എവിടെയെങ്കിലും മറ്റേ ഡിവൈസ് പെർമിഷനോ അങ്ങനത്തെ കുറെ മാക്സിമം നമ്മൾ സെക്യൂർ ആക്കാൻ പറ്റുന്ന എല്ലാം നമ്മളൊന്ന് ചെയ്തിടുക. ഇത് ശരിക്കും എങ്ങനെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഒന്ന് സോൾവ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ ഒന്ന് പകച്ചുപോയി. കാരണം എന്നാ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരോടാ ചോദിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് ഒത്തിരി നല്ല ക്രിയേറ്റീവ് അല്ലെങ്കിൽ അവർ ഒരുപാട് വീഡിയോസ് ഇട്ട് അവർ നല്ല ഒരു പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പേജ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അക്കൗണ്ടിൽ നിന്ന് വരുന്ന ലിങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു ലിങ്ക് വഴി ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അല്ലാതെ നോർമലി ഒരു OTP കൊടുത്ത് മറ്റൊരു സൈറ്റിലും നമ്മുടെ പ്രൊഫൈലിൽ കയറാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റീച്ചോ കാര്യങ്ങളോ ഒന്നും പിന്നെ നമ്മൾ റിക്കവറി ചെയ്യാൻ പാടാണ്. റിക്കവറി ചെയ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ആദ്യത്തെ അക്കൗണ്ടിലുള്ള റീച്ചസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മാക്സിമം ഒന്ന് അറിഞ്ഞിരിക്കുക ഇതിനെപ്പറ്റിയുള്ള ഒരു മുൻകരുതൽ. ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് നിങ്ങൾ ആ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. എന്തായാലും ഇതൊരു ഭയങ്കര ഒരു അനുഭവം ആയിപ്പോയി. ഇങ്ങനെ പലർക്കും നമ്മുടെ മുമ്പ് നമ്മൾ ഫേസ്ബുക്കിന്റെ റീച്ചസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നപ്പോഴും എന്താണെന്നുള്ള ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ പേടിച്ചു പോയി. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ചാടി കയറി ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാനായിട്ട് ഒന്നും നിൽക്കില്ല. അപ്പീൽ കൊടുക്കാനോ ഒന്നും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിന്റെ തന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക. നമ്മുടെ ഫോൺ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതിനകത്ത് എപ്പോഴും പേജ് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുക. പേജിനകത്ത് എന്തെങ്കിലും വയലേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ കാണിക്കുന്നതാണ്. നമ്മുടെ പേജ് എപ്പോഴും ഒരു ഗ്രീൻ ടിക്ക് നമുക്ക് കാണാം. വയലേഷൻസ് ഒന്നുമില്ല, നോ വയലേഷൻ ആണെങ്കിൽ അതെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾ കയറി പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് പോവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ചാടാതിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് നമ്മുടെ അക്കൗണ്ടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.